സ്ഥാനക്കയറ്റ സ്ഥലം മാറ്റ വ്യവസ്ഥകളിൽ മാറ്റം കൊണ്ടുവരാനുള്ള നീക്കത്തിൽ എതിർപ്പുമായി സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ. ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിൽ മന്ത്രിസഭായോഗം അംഗീകരിച്ച നിർദ്ദേശങ്ങളിൽ എതിർപ്പ് രേഖപ്പെടുത്തി. സ്ഥാനക്കയറ്റത്തിനും ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾക്കും പരീക്ഷ വേണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സംഘടനകൾ തള്ളുന്നത്. ഈ എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിവരങ്ങളുമായി ശാലിനി വീണ്ടും ചേരുന്നു. ശാലിനി, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? കൃഷ്ണരാജ്, സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിലടക്കം ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സ്ഥാനക്കയറ്റം, അവരുടെ പരിശീലന ട്രാൻസ്ഫർ, ഒപ്പം തന്നെ ബൈ ട്രാൻസ്ഫർ നിയമനം, ഇതടക്കമുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് 4ാം ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവരികയും അത് ഭേദഗതികളോടെ മന്ത്രിസഭ അംഗീകാരം നൽകി ശുപാർശ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സർക്കാർ ജീവനക്കാർ തന്നെ ഉയർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത്തരത്തിൽ ഈ സ്ഥാനക്കയറ്റം, ഒപ്പം തന്നെ പ്രൊബേഷൻ, കൂടാതെ ബൈ ട്രാൻസ്ഫർ നിയമനങ്ങളിലൊക്കെ പരീക്ഷ നടത്തിപ്പ് കൂടി വേണമെന്നുള്ളതാണ് ഈ ശുപാർശയിൽ പറയുന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ. അപ്പോൾ സ്വാഭാവികമായും ഇനിയൊരു പരീക്ഷ എഴുതിക്കൊണ്ട് മറ്റൊരു നിയമനത്തിലേക്ക് കടക്കുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമനം ഉറപ്പിക്കുക എന്നുള്ളത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാനും വിഷയം വിശദമായി ചർച്ച ചെയ്യാനും ഭരണപരിഷ്കാര കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും സർക്കാർ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളും യോഗം നടത്തിയത്. ഈ യോഗത്തിലും ഇവർ ഇതേ നിലപാട് തന്നെ സ്വീകരിക്കുകയായിരുന്നു. വിവിധ സംഘടനകൾ, പ്രത്യേകിച്ച് കേരള NGO അസോസിയേഷൻ, NGO യൂണിയൻ, NGO സംഘ് അടക്കമുള്ള യൂണിയൻ സംഘടനകൾ, ജോയിന്റ് കൗൺസിൽ അടക്കമുള്ള സംഘടനകളുടെ പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അവർ വലിയ രീതിയിലുള്ള വിമർശനം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഇനി ഒരു പരീക്ഷ നടത്തുക, അതിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, എന്നിട്ട് മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഒറ്റക്കെട്ടായി തന്നെ ഈ എല്ലാ സംഘടനകളും, ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ ഇതിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ തീരുമാനം എത്രത്തോളം ഇനി സർക്കാർ നടപ്പിലാക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം സർക്കാർ സംവിധാനത്തിനുള്ളിൽ നിൽക്കുന്ന ഭരണകക്ഷി സംഘടനകൾ അടക്കമുള്ള യൂണിയൻ സംഘടനകൾ ഇതിൽ പ്രതിഷേധം അറിയിച്ച സാഹചര്യത്തിൽ വിശദമായൊരു ചർച്ചയിലൂടെ ആയിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഭരണാനുകൂല സംഘടനകൾ പ്രതിഷേധം അറിയിച്ച് പല തീരുമാനങ്ങളും പിൻവലിക്കുന്നത്. പക്ഷേ ഇത് ഭരണാനുകൂല സംഘടനകൾക്കപ്പുറം പ്രതിപക്ഷ സംഘടനകളും അടക്കമുള്ളവർ ഈ ഒരു പ്രതിഷേധം അറിയിച്ച സാഹചര്യത്തിലും ഈ യോഗത്തിലടക്കം ഈ ഒരു എതിർപ്പും വിയോജിപ്പും ഉയർന്ന പശ്ചാത്തലത്തിൽ വിശദമായ ചർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല നിയമനങ്ങളും രാഷ്ട്രീയ നിയമനങ്ങളാണ്. സ്വാഭാവികമായും രാഷ്ട്രീയ നിയമനത്തിലൂടെയും പിൻവാതിൽ നിയമനത്തിലൂടെയും ഒക്കെ തന്നെ ജോലിയിലേക്ക് കയറിയ ആളുകളുണ്ട്. ഇവിടെ ഇനി ഒരു പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശകൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നത് ഒരുപാട് പേർക്കായിരിക്കുമെന്നുള്ള വിലയിരുത്തൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുമാനം പല സംഘടനാ പ്രതിനിധികൾക്കുമുണ്ട്. അതുതന്നെയാകാം ഒരു പക്ഷേ ഇതിലൊരു വിയോജന കുറിപ്പ് അറിയിക്കാനും വിയോജനം രേഖപ്പെടുത്താനുമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും സർക്കാർ ഇനി ഇതിൽ വിശദമായ അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക. എന്തായാലും മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ ആണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയും ഒപ്പം തന്നെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയും ചെയ്തത്. ആ അംഗീകരിച്ച തീരുമാനത്തിലോടാണ് ഭരണ പ്രതിപക്ഷ സംഘടനകൾ ഇത്തരത്തിൽ കാര്യമായി തന്നെ എതിർപ്പ് രേഖപ്പെടുത്തുകയും യോഗത്തിലടക്കം ഈ ഒരു എതിർപ്പ് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കൃഷ്ണരാജ്, ശരി. സ്ഥാനക്കയറ്റ സ്ഥലം മാറ്റ വ്യവസ്ഥകളിൽ മാറ്റം കൊണ്ടുവരാനുള്ള നീക്കത്തെ എതിർക്കുകയാണ് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു എക്സ്ക്ലൂസീവ് വാർത്തയുടെ. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ കൂടുതൽ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.